ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചില ഫയലുകളെല്ലാം തന്നെ ക്വാട്ട എക്സീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു അൺലോക്ക് ടൂളിൻ്റെ ഫയല് നമ്മൾ സിമ്പിളായിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സോറി യു കാൺട്ട് വ്യൂ ഓർ ഡൗൺലോഡ് ദിസ് ഫയൽ അറ്റ് ദിസ് ടൈം എന്നുള്ള എറർ വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ്, ഇങ്ങനത്തെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സൊല്യൂഷനാണ്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഷോർട്ട് കട്ട് ടു ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഡ്രൈവിനകത്തേക്ക് ഇത് എങ്ങോട്ട് ആഡ് ചെയ്യണമെന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഒഡോക്സ് എന്നുള്ള ഫോൾഡറിലേക്ക് അത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഒഡോക്സ് ടെക്നിക്കൽ എന്നുള്ളൊരു ഗൂഗിൾ ഐ ഡി ആണ്. അപ്പോൾ ആ ഒരു ജിമെയിലിലേക്ക് ഇത് ഓൾറെഡി ആഡായി. ഇനി നമ്മൾ ആ ഡ്രൈവിലേക്ക് പോവാം. ആ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ പോവാം. ഗൂഗിൾ ഡ്രൈവിനകത്ത് പോയതിന് ശേഷം ഇവിടെ ഒഡോക്സ് എന്നുള്ള ഫോൾഡറിനകത്തേക്കാണ് നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫോൾഡർ വെറുതെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ എത്ര സൈസ് കൂടിയ ഫയലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ന്യൂ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. മീൻസ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾഡർ അൺലോക്ക് ടൂൾ ആയതുകൊണ്ട് അൺലോക്ക് ടൂൾ എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഷോർട്ട് കട്ട് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, അൺലോക്ക് ടൂൾ എന്ന ഫോൾഡറിനകത്തേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ ഈ ഫോൾഡറിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫയൽ, ഡൗൺലോഡ് ആവാത്ത ഫയൽ നമ്മൾ ഇതിനകത്തേക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം തിരിച്ച് നമ്മൾ ഈ ഫോൾഡറിൽ തന്നെ വരിക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മളൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള ഫയൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ട് ഷോർട്ട് കട്ട് ആഡ് ചെയ്തതിന് ശേഷം അതൊരു ഫോൾഡറിലാക്കിയിട്ട് മാറ്റുക. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫോൾഡറിലേക്ക് നമ്മളിപ്പോൾ മാറ്റി, എന്നിട്ട് ആ ഫോൾഡർ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ആ ഫോൾഡർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, സിപ്പിംഗ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ആ ഫയൽ ഒന്ന് സിപ്പ് ആവും. ആ ഫയൽ സിപ്പിംഗ് കാണിക്കുന്നുണ്ട്. ആ ഫയൽ സിപ്പ് ആയതിനു ശേഷം അത് ഡൗൺലോഡ് ആവും. സിപ്പിംഗ് ഫയൽ എന്ന് കാണിക്കുന്നുണ്ടോ? ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഡൗൺലോഡ് റെഡി, ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അത് സിപ്പായിട്ട് ആ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ആവാത്ത ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള ഏത് ഫയലും, ഇങ്ങനെ എറർ വരുന്ന ഏത് ഫയലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.